മീനച്ചിലാറ്റിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ രണ്ട് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ തുടരുന്നു. പാലാ ഭരണങ്ങാനം വിലങ്ങുപാറ പാലത്തിനടിയിലെ കുളിക്കടവിൽ കുളിക്കാനിറങ്ങി അടിമാലി മുണ്ടക്കയം സ്വദേശികളായ അമൽ കെ ജോമോൻ, ആൽബിൻ ജോസഫ് എന്നിവരെയാണ് കാണാതായത്. വിവരങ്ങളുമായി ഇപ്പോൾ സനോജ് സുരേന്ദ്രൻ ചേരുകയാണ്. സനോജ്, ഇപ്പോൾ തെരച്ചിൽ വലിയ വ്യാപകമായ രീതിയിൽ നടക്കുന്നുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഫയർഫോഴ്സും ഒപ്പം തന്നെ നാട്ടുകാരും ഈ തെരച്ചിലിൽ വന്നിട്ടുണ്ടോ? എന്താണ് അവിടെ നിന്ന് കൂട്ടിച്ചേർക്കാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? സുജു, ഇന്നലെ വൈകുന്നേരം 5 മണിയോടുകൂടിയാണ് രണ്ട് വിദ്യാർത്ഥികളെ മീനച്ചിലാറ്റിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായത്. രാത്രി വൈകിയും തെരച്ചിൽ നടത്തിയെങ്കിലും രണ്ടുപേരെയും ഇന്നലെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ രാത്രിയിൽ തെരച്ചിൽ അവസാനിപ്പിക്കുകയും ഇന്ന് രാവിലെ വീണ്ടും തെരച്ചിൽ പുനരാരംഭിക്കുകയുമായിരുന്നു. കോട്ടയത്തു നിന്നുള്ള സ്കൂബ ടീമിൻ്റെ നേതൃത്വത്തിൽ ഇന്നലെ തെരച്ചിൽ നടത്തിയിരുന്നു. പിന്നീട് ഇന്ന് ആലപ്പുഴയിൽ നിന്നുമുള്ള ഒരു യൂണിറ്റ് സ്കൂബ ടീമിനെ കൂടി സംഭവ സ്ഥലത്തേക്ക് എത്തിച്ച് ഫയർഫോഴ്സിൻ്റെയും സ്കൂബ ടീമിൻ്റെയും ഒപ്പം തന്നെ ഈ ഈരാറ്റുപേട്ട കേന്ദ്രീകരിച്ചുള്ള സന്നദ്ധ സംഘടനകളുടെയും ഒക്കെ നേതൃത്വത്തിൽ സംയുക്തമായിട്ടാണ് പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ രണ്ടുപേരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറെ സങ്കടകരമായ കാര്യം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ശക്തമായ മഴയെ തുടർന്ന് മീനച്ചിലാറ്റിൽ ജലനിരപ്പ് ക്രമാതീതമായി വർദ്ധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അടിയൊഴുക്ക് ശക്തമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ യുവാക്കൾ, അതായത് ആറിനെക്കുറിച്ച് മുൻധാരണയില്ലാത്ത രണ്ട് യുവാക്കൾ കുളിക്കാനിറങ്ങിയപ്പോൾ ഒഴുക്കിൽപ്പെടുകയായിരുന്നു. കോട്ടയം ഭരണങ്ങാനത്തുള്ള സ്വകാര്യ സ്ഥാപനത്തിൽ ജർമ്മൻ ഭാഷ പഠിക്കാനെത്തിയ രണ്ട് വിദ്യാർത്ഥികളാണ് ഒഴുക്കിൽപ്പെട്ടത്. ഇവരെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ഊർജിതമായ ശ്രമമാണ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. സിജു. ശരി, സനോജു സുരേന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. മീനച്ചിലാറ്റിൽ ഒഴുക്കിൽപ്പെട്ട രണ്ട് വിദ്യാർത്ഥികൾക്കായുള്ള തെരച്ചിൽ തുടരുകയാണ്.